നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ മറക്കാൻ വരട്ടെ. കാരണം ഓരോ ദിവസം ചെല്ലുമ്പോഴും പുറത്തു വരുന്നത് കൂടുതൽ വിഷയങ്ങൾ തന്നെയാണ്. ഓടി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ ഗർഭിണിയാക്കിയോ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടിയ അവസരം ഒന്ന് ഊന്നിയേക്കാം എന്ന് വിചാരിച്ചാണോ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നും അറിയില്ല. എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ 2 സ്ത്രീകളെ ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചുവെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം പരാതിക്കാരായിട്ടുള്ളവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു എന്നും പറയുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു? നമുക്ക് ഇത് ശരിക്കും ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് കരുതാമോ? കാരണം ആ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ചില തമാശയായിട്ട് തോന്നും. കാരണം ഒരു പക്ഷേ അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഗർഭചിത്രം നടത്താനായിട്ട് 2ാമത്തെ പെൺകുട്ടിയെ സഹായിക്കുന്നത് ആദ്യത്തെ പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് എന്താണ് കേരള രാഷ്ട്രീയം നാറി നാണം കെട്ട് പുഴുത്തു നിൽക്കുന്ന ഒരു സമയം എന്ന് പറയണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ മുഖമായിരുന്നു, ഷാഫിയും രാഹുലും ഒക്കെ. അപ്പോൾ ആ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. രാഹുലിനെ പോലെ ഒരു യുവ നേതാവ് ഇത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തി എന്നുള്ളത്. അതിൽ പറയുന്നത് കർണാടകയിലെ ബംഗളൂരുവിൽ കൊണ്ടുപോയി 2 പെൺകുട്ടികളെയും ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ്. ഈ 2 പെൺകുട്ടികളെയും ഒരേ ആശുപത്രിയിലാണ് കൊണ്ടുപോയി ഗർഭചിത്രം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അവിടെ പോയി മൊഴി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന് ഒരു പ്രതിസന്ധി ഉള്ളത് ഈ പെൺകുട്ടികൾ പരാതിപ്പെടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പിടിവള്ളിയാക്കുകയാണ് കോൺഗ്രസ്. കാരണം പരാതിപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് അവർ ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു കാർഡ്. അപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ഗുരുതര ആരോപണമാണ്. പരാതിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് 2പേരുടെയും സമ്മതപ്രകാരമുള്ള ഒരു നടപടിയായിരിക്കണം. അങ്ങനെ സമ്മതപ്രകാരം അവർ പല രീതിയിലേക്ക് ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുന്ന നമ്മളെല്ലാവരും സദാചാരം കളിക്കുകയല്ലേ? അവിടെ ഈ അവർ തമ്മിലുള്ള ബന്ധം ഉഭയകക്ഷി സമ്മതത്തോടെ ഉള്ളതാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അത് അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷെ വിഷയം അതല്ല. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് കുറ്റകരമാണ്. നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെയല്ല, നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്ര സെക്കൻഡുകൾ മതി എന്നുള്ള ഓഡിയോകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അത് രാഹുലിന്റേതല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു AI ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് പരിശോധിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെയും അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഇത്ര വലിയ ഗുരുതരമായ ഓഡിയോ പുറത്തു വന്നിട്ട് അത് AI ആണ് എന്ന് തെളിയിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നില്ല? അതല്ലേ അവർ ആദ്യം ചെയ്യേണ്ടത്. ഷാഫിയുടെ ഭാഗത്തു നിന്ന് പോലും അത്തരമൊരു ശ്രമം ഉണ്ടാകുന്നില്ല. ഷാഫി ഈ വിഷയത്തിൽ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുകയാണ്. ഇപ്പോൾ ഷാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും പാലക്കാട് എത്തിക്കാനുള്ള ഒരു നീക്കമാണ്. കാരണം മണ്ഡലത്തിൽ നിന്ന് അധികം മാറി നിൽക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തും ഇയാളെ എത്രയും പെട്ടെന്ന് പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള ഒരു തീവ്ര നീക്കമാണ് ഷാഫി നടത്തുന്നത്. അത് ഷാഫി ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഷാഫി ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് നമുക്ക് ഇതുവരെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നമ്മുടെ ആ ഒരു വിശ്വാസമാണ് തകർന്നടിഞ്ഞു പോയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തകർന്നടിയും, ഉറപ്പാണ് ആ കാര്യത്തിൽ. കാരണം ഇപ്പോൾ പുറത്തു വന്ന നമ്മൾ പറയുന്നല്ലോ, ഈ വിഷയം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയം ആദ്യമൊക്കെ വന്നപ്പോൾ തന്നെ ഈ അഭ്യൂഹങ്ങൾ കടന്ന് കറങ്ങുമ്പോഴൊന്നും CPM അത് ഏറ്റുപിടിക്കാൻ തയ്യാറായില്ല. ഒരു നേതാക്കളും അതിനെ കുറിച്ച് ചർച്ച നടത്താനോ ആരും തയ്യാറായില്ല. കേസ് എടുക്കുന്നത് പോലും എപ്പോഴാണ്? കുറച്ചുകൂടി കഴിയട്ടെ, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം കേസ് എടുപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഭിന്നാഭിപ്രായമുണ്ടല്ലോ. A ഗ്രൂപ്പ് പറയുന്നുണ്ട് ഇത് ഓടിച്ചാടി എടുത്ത് വളരെ ധൃതി പിടിച്ചെടുത്ത ഒരു തീരുമാനമായി പോയി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദീകരിക്കാൻ പോലും സമയം കൊടുക്കാതെയാണ് നടപടിയെടുത്തത്. അത് ഈ പറയുന്ന CPM-ന് ഒരു ആയുധമായി മാറിയിട്ടുണ്ട് എന്നാണ് A ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനിടയിൽ തന്നെയുള്ള ഒരു വെല്ലുവിളി, അത് എപ്പോഴും കോൺഗ്രസിനടിയിൽ അകത്തുള്ള ഒരു അടി എന്ന് പറയുന്നത് ഒരു പുത്തരിയുള്ള കാര്യമല്ല. അതിപ്പോൾ സീറ്റ് ആയിക്കോട്ടെ മറ്റെന്ത് വസ്തു ആയിക്കോട്ടെ, ഒരു അടിയില്ലാതെ കോൺഗ്രസിൽ ഒരു കാര്യവും തീരുമാനമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഭിന്ന അഭിപ്രായം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. കാരണം മുതിർന്ന നേതാക്കളെല്ലാം രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള വനിതാ നേതാക്കൾ രാഹുലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. രാഹുലിനെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും രാഹുലിനെ പുറന്തള്ളുന്ന ഒരു നിലപാടാണ് ഈ പറയുന്ന കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള അവരുടെ നീക്കമാണ്. പക്ഷേ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ഷാഫി മാത്രമാണ്. ഈ വിഴുപ്പ് ഞങ്ങൾക്ക് ചുമക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഷാഫി ചുമന്നോളൂ എന്ന് ഒരു കൂട്ടം നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്
പറഞ്ഞിരിക്കുന്നതാണ് 2 പെൺകുട്ടികളെ ഗർഭഛിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തി അവരെ ബംഗളൂരുവിൽ കൊണ്ടുപോയി ഗർഭഛിദ്രം നടത്തി. ആ ആശുപത്രിയുടെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നു. ക്രൈംബ്രാഞ്ച് അവിടെ പോകുന്നു. ക്രൈംബ്രാഞ്ച് നിരന്തരം ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഇവർ പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു പിടിവള്ളി ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കും, ഇത് CPM ഒരു ആയുധമാക്കുന്നതാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സംശയം അവർ ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ പരാതിപ്പെടുന്നില്ല? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെട്ടുകൂടെ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അതിന് വളരെ കൃത്യമായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അതും ഒരു വനിതയാണ് തങ്ങൾക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയുന്നത്, അല്ലേ? അതൊരു പ്രവർത്തകൻ. അതെ, ഇവിടെയാണ് മറ്റേ ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന അരുൺകുമാറിനെ പോലെയുള്ളവർ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുന്നു. അതായത് റിപ്പോർട്ടറിന് നേരെ ഗുരുതരമായ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. റിപ്പോർട്ടറിലെ ഒരു വനിതാ പ്രവർത്തകയ്ക്കെതിരെ മോശമായ ലൈംഗികാതിക്രമ ശ്രമം നടന്നു എന്നുള്ളതിന്റെ അതും ആ ചാനൽ പേര് സഹിതം പുറത്തേക്ക് വന്നിട്ടുണ്ട്. റിപ്പോർട്ടറിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റി M. തോമസിനെതിരെയാണ് ഇപ്പോൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തക തന്നെ ലൈവിൽ വന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. അവർ എടുത്തു പറയുന്നുണ്ട്, ഞാൻ ഇത്രയും അവരുടെ കുടുംബത്തിനോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് ഓർത്തിട്ടാണ് അവരുടെ പേര് പറയാതിരുന്നത്. പക്ഷെ അയാൾ എന്നെ ക്രൂരമായി ഇപ്പോഴും ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ പേര് പറയേണ്ടതുണ്ട്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രശ്നമൊക്കെ തന്നെ അടങ്ങിക്കഴിയുമ്പോൾ അതിന് അവർ തന്നെ പറയുന്നുണ്ട്, ചാനൽ ഏതായാലും ഒരു നടപടി എടുക്കുമെന്ന് തോന്നുന്നില്ല. പകരം അടുത്ത മാസം പ്രൊമോഷൻ നൽകി അയാളെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാനേ അവർ ശ്രമിക്കുകയുള്ളൂ എന്ന് അവർ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഈ ഇപ്പോൾ വായിൽ നാക്കുണ്ടെങ്കിലും ലൈസൻസ് ഇല്ലാതെ സംസാരിക്കാൻ അറിയാന്നുള്ള കഴിവുണ്ടെങ്കിലും അറിവുണ്ട് എന്ന് പലരെ ബോധ്യപ്പെടുത്താനുള്ള വാക്ചാതുര്യം ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്ന് പറയുന്നവർ സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന പീഡന പരാതികൾ കൂടി, അല്ലെങ്കിൽ തട്ടകത്തിൽ നടക്കുന്ന വനിതകൾക്കുണ്ടാകുന്ന ഇത്തരം പീഡന പരാതികൾ കൂടി കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട്. അവരത് പൂഴ്ത്തിവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടി സധൈര്യം മുൻപോട്ട് വന്ന് നിന്ന് അയാളുടെ പേര് ഉൾപ്പെടെ പറയാൻ തയ്യാറായിട്ടുണ്ട്. അതൊരു നല്ല സൂചന തന്നെയാണ്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടികൾ പരാതിപ്പെടുന്നില്ല, എന്തുകൊണ്ട്? ഇത് ഉള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ ആ പെൺകുട്ടിയെ പോയി കണ്ടതിനെ കുറിച്ചൊരു വൈകാരികമായി അവർ പ്രതികരിച്ചിരുന്നു. അതായത് ആ പെൺകുട്ടിക്ക് പരാതിപ്പെടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ തകർന്നു നിൽക്കുകയാണ് എന്നുള്ള ഒരു നമുക്ക് എപ്പോഴും ഈ പീഡന പരാതികൾ വരുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ അപ്പോൾ അത് പ്രതികരിക്കുന്നില്ല? ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യം, രാഹുലിനെ കല്യാണം കഴിക്കാനിരുന്നതാണ്, അയാളെ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അയാളിൽ നിന്ന് ഇത്രത്തോളം വലിയ ക്രൂരതകൾ നേരിടേണ്ടി വന്നതിന്റെ ഒരു ആഘാതമായിരിക്കാം. പിന്നെ കുടുംബം, അവര് നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. മാതാപിതാക്കൾ ഒരുപക്ഷെ തടഞ്ഞതാകാം ആ പെൺകുട്ടിയെ. കാരണം കൂടുതൽ നാണം കെടാൻ വയ്യ. അതിന്റെ ആ പെൺകുട്ടി ആരാണ് എന്ന് വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് മനസ്സിലായി. കാരണം കേരളം പോലൊരു ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൈബർ അറ്റാക്കുകൾ ഏത് നിമിഷവും ഉണ്ടാകാനുള്ള ഒരു സമൂഹത്തിൽ അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയം ഉണ്ടായിരിക്കാം. കാരണം ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിസ്സാരക്കാരനല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ഓഡിയോയിൽ പോലും നിന്നെ കൊല്ലാൻ ഇത്ര സെക്കൻഡുകൾ മതി എന്ന് പറഞ്ഞ ഒരാളാണ് എന്നുകൂടി ഓർക്കണം. ചെറിയ മീനുകൾക്കെതിരെയല്ല ആ പെൺകുട്ടി പരാതി കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഭയം അവർക്കുണ്ടാകാം. പിന്നെ ഈ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഇത് വിശ്വസിക്കാൻ ഒരു വിഭാഗത്തിന് മടിയുള്ളത്. കാരണം ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ ചിന്തിക്കുന്നതിനെയും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായും അയാൾക്കെതിരെ നടപടി വേണം. അയാളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്ത്രീപക്ഷക്കാരാണ് എന്ന് ഈ പറയുന്ന കവലപ്രസംഗങ്ങളിലൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. CPM-നേക്കാൾ ഒട്ടും മോശമല്ല, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണം. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഷാഫിയുടെ നിലപാട് ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതത്തെ പോലും ബാധിക്കുന്നതാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. തെറ്റുകാർ ആരാണെങ്കിലും അവരെ മാറ്റി നിർത്തുക തന്നെ വേണം. കാരണം അയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് നിസ്സാര ആരോപണങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറായാൽ രാഹുലിന്റെ കാര്യം അവതാളത്തിലാകും. തന്നെയല്ല, ഈ പെൺകുട്ടികൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്താൻ രാഹുലിന്റെ നേതൃത്വത്തിൽ നീക്കം നടത്തുന്നു എന്നുള്ള ഒരു വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനു മുൻപ് സോളാർ കേസ് ഒക്കെ കേട്ടവരും കണ്ടവരുമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രാഹുൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഓടി നടന്ന് പീഡിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക്, ഒരു തറ ലെവലിലേക്ക് രാഹുൽ മാറി എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ
കോൺഗ്രസ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് നിങ്ങൾ രാഹുലിനെ ഇനിയും താങ്ങി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ആ പെൺകുട്ടികൾ എന്റെ അഭിപ്രായത്തിൽ അവർ പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതുപോലെ ഒരു രാഷ്ട്രീയ വിഴുപ്പാണ് രാഹുലെങ്കിൽ അത് കേരളം ചുമക്കേണ്ട ബാധ്യത നമുക്കില്ല. തീർച്ചയായിട്ടും ഇല്ല. മാത്രമല്ല ഇതൊന്നും കെട്ടണമെങ്കിൽ കഴിയുമ്പോൾ ഇനി അടുത്തതും ഇതൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ ബിരുദന്മാര് ഇതൊക്കെ മറക്കും. കാരണം കയ്യിൽ ഇത്തരം ഒരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഏത് പെണ്ണിനോട് പയറ്റാനും എത്ര നാൾ കഴിഞ്ഞ് പയറ്റാനും അയാൾ സജ്ജമായിരിക്കും. അത് തന്നെയല്ല, അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അയാൾ ഒരു MLA സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ അധികാര കസേരകളിൽ എത്തുമ്പോൾ എന്തായിരിക്കും അയാളുടെ ഒരു സ്വഭാവം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ടോ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ ഈ പറയുന്ന ചൊട്ടയിലെ ശീലം ചുടലാണല്ലോ. അപ്പോൾ ഈ ശീലം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളം ഭയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുന്നു. അതിനിപ്പോൾ കോൺഗ്രസ് ആയിരുന്നാലും ശരി, റിപ്പോർട്ടർ TV ആയിരുന്നാലും ശരി, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനെ എടുത്തു പുറത്തു കളയുക, പകരം ഇരയെ ചേർത്ത് പിടിക്കുക. അതിനി വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ട് തന്നെ ചെയ്യുക, മാതൃകയാവുക. തീർച്ചയായിട്ടും അടുത്ത ദിവസം നമുക്ക് മറ്റ് വിഷയവുമായി കാണാം. നമസ്കാരം.